ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. സർദീസിലെ സഭയുടെ ദൂതനുള്ള എഴുത്താണ് നാം വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ ആദ്യ ഖണ്ഡികയിൽ കാണുന്നത്. സർദീസിലെ സഭയുടെ ദൂതൻ എഴുതുക. ആസിയയിലെ ഏഷ്യ മൈനറിലുള്ള 7 സഭകൾക്കുള്ള ആ ദൂത്, ഓരോ സഭകൾക്കുള്ള ദൂത് ഓരോ കാലയളവിനെ കുറിക്കുന്നതാണ്. ഓരോ ആവശ്യമായിരിക്കുന്നതായ ആത്മാവിൻ്റെ ദൂതുകളാണ്. അതുപോലെ തന്നെ എല്ലാ കാലത്തുമുള്ള എല്ലാ വിശ്വാസികൾക്കും ബാധിക്കുന്നതായ ദൂതുകളാണ്. അന്ന് സർദീസിലുള്ള ഒരു സഭയ്ക്ക് ഈ ദൂത് അപ്പോസ്തലനായ യോഹന്നാൻ പറഞ്ഞു. എന്നാൽ അത് മുഴുവനായും ഓരോ സഭയ്ക്കുള്ള ദൂതും എല്ലാ കാലത്തുമുള്ള വിശ്വാസികൾക്കുള്ള ദൂതാണ്. തന്നെയുമല്ല, അത് സഭയുടെ ഓരോ കാലയളവിൽ കൂടെയുള്ള സഭയുടെ മുന്നേറ്റത്തിൽ, സഭയുടെ ഗതിയിൽ പല കാലഘട്ടങ്ങളിൽ വന്നുപോയ വ്യതിയാനങ്ങളും വ്യത്യാസങ്ങളും എല്ലാം ആ ദൂതിലുണ്ട്. എഫേസ്യ സഭയ്ക്കുള്ള ദൂതിൽ അത് 1-ാം നൂറ്റാണ്ടിലെ സഭയെ കുറിക്കുന്നു. 1-ാം നൂറ്റാണ്ട്, 2-ാം നൂറ്റാണ്ടൊക്കെ. എന്നാൽ പിന്നീടുള്ളതായ സ്മർണ സഭയ്ക്കുള്ള ദൂത്, പെർഗമ സഭയ്ക്കുള്ള ദൂത്, തുയഥൈര സഭയ്ക്കുള്ള ദൂത്, സർദീസ് സഭയ്ക്കുള്ള ദൂത്, ഫിലദൽഫിയ സഭയ്ക്കുള്ള ദൂത്, ലവോദിക്ക സഭയ്ക്കുള്ള ദൂത്, ഈ ദൂതുകളെല്ലാം അത് ഓരോ കാലഘട്ടത്തിലുണ്ടായിരുന്ന സഭയ്ക്കുള്ള ദൂതുകളാണ്. അതായത് എല്ലാ കാലത്തുമുള്ള എല്ലാ വിശ്വാസികൾക്കുള്ള ദൂതാണ്. ഓരോ കാലയളവിൽ ഓരോ കാലഘട്ടത്തിലുള്ള വിശ്വാസികൾക്കുള്ള ദൂതാണ്. ഒരു സാർവത്രികമായ ദൈവിക സന്ദേശമാണത്. എല്ലാ സഭകൾക്കുള്ള സന്ദേശം, എല്ലാ ദൈവമക്കൾക്കുള്ള സന്ദേശം. സർദീസ് സഭയിൽ നാം കാണുന്നത് അവിടെ 3 തരം ആളുകളുണ്ടായിരുന്നു. ഒന്ന്, ആത്മാവിൽ മരിച്ചു കിടക്കുന്നവർ. പക്ഷേ അവർക്ക് ആത്മാവിൽ ജീവനുണ്ടെന്നാണ് അവരുടെ ധാരണ. എങ്ങനെയാണ്? ജീവനുണ്ട് എന്നൊരു ധാരണയാണ്. പക്ഷേ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുത്തു, നിങ്ങൾക്ക് ആത്മാവിൽ ജീവനില്ല, നിങ്ങൾ ആത്മാവിൽ മരിച്ചിരിക്കുകയാണ്. ആത്മാവിൽ മരിച്ചു കിടക്കുന്ന ഒരു കൂട്ടം ആളുകൾ. രണ്ടാമത്തേത്, മരിക്കാറായി കിടക്കുന്ന കുറേ ആത്മാക്കൾ. മരിച്ചില്ല, പക്ഷെ മരിക്കാറായി കിടക്കുന്നു. മൂന്നാമത്തേത്, വെള്ളവസ്ത്രം ധരിച്ച് വിശുദ്ധിയോടെ ദൈവസ്നേഹത്തിൽ ജീവിക്കുന്ന കുറേ ആത്മാക്കൾ. ദൈവത്തിന് സ്തോത്രം. ഉടുപ്പ് മലിനമാകാത്ത കുറേ ആളുകൾ, ഉടുപ്പ് മലിനമാകാത്തവർ. 3 തരം ആളുകൾ ആ സഭയിലുണ്ടായിരുന്നു. ഇക്കാലത്തും നമ്മുടെ ഇടയിൽ ഇതൊക്കെ ഉണ്ട്. ആത്മാവിൽ മരിച്ച അനേകം ആളുകളുണ്ട്. ആത്മാവിൽ മരിച്ചവർ. എപ്പോഴും ഓർക്കണം, പാപം തമ്മിൽ വന്നാൽ നമ്മുടെ ആത്മാവ് മരിച്ചു പോകും. ഏത് പാപം വന്നാലും, വലിയ പാപമൊന്നും ചെറിയ പാപമൊന്നും വിചാരിക്കണ്ട, ഏത് തരത്തിലെ പാപം വന്നാലും നമുക്ക് ആത്മാവിൽ മരണം നേരിടും. ഒരു നീരസം വരിക, ഒരു കോപം വരിക, ഒരു കയ്പ് വരിക, ഒരു വൈരാഗ്യം വരിക, ഒരു പക വരിക, വിദ്വേഷം വരിക, ഇതെല്ലാം ആത്മാവ് മരിക്കുന്നതിന് കാരണമായി തീരും. ആത്മാവ് പെട്ടെന്നങ്ങ് മരിച്ചു പോവുകയില്ല. പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ വസിച്ചുകൊണ്ട് വളരെ ഞരങ്ങിക്കഴിയും. ആത്മാവ് ഞരങ്ങും, ആത്മാവ് ദുഃഖിച്ച് കഴിയും, പിന്നെ ആത്മാവ് കെട്ടുപോകും. ഇത് ആത്മാവിൻ്റെ ഒരു അനുഭവമാണ്. ആത്മാവ് ശ്വാസം മുട്ടി ഞരങ്ങി കഴിയുന്നൊരനുഭവമുണ്ട്. മരിക്കാറായി, പക്ഷേ അങ്ങ് ശ്വാസം മുട്ടി നിൽക്കുകയാണ്. മുന്നോട്ട് പോകാൻ ഗതി ഇല്ലാത്ത രീതിയിൽ വിശ്വാസി തളർന്നു പോയ അവസരങ്ങൾ. എന്നാൽ ആത്മാവ് തളർന്ന്, നമ്മുടെ ഉള്ളിലുള്ള ആത്മാവ് തളർന്നു കിടക്കുമ്പോൾ നമ്മുടെ പാപം കണ്ടുപിടിച്ച് നാം തിരുത്തുകയാണെങ്കിൽ വീണ്ടും പുതുശക്തി ലഭിക്കും, പുതിയ ബലം ലഭിക്കും, പുതിയ ശക്തി ലഭിക്കും, പുതിയ വീര്യം ലഭിക്കും, പുതിയ വിശ്വാസം ലഭിക്കും, പുതിയ ചൈതന്യം ലഭിക്കും. ഇതെല്ലാം നമുക്ക് ലഭിക്കാവുന്ന അനുഭവങ്ങളാണിതെല്ലാം. അന്ന് സർദീസ് സഭയിൽ അവിടെ ആത്മാവിൽ മരിച്ച ആളുകൾ അനേകം പേരുണ്ടായിരുന്നു. മരിച്ചു കിടക്കുന്നു. നാം വചനം കേൾക്കാൻ വരുന്നുണ്ട്, പ്രസംഗം കേൾക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് വചനം ആസ്വാദ്യമാണ്, ഇഷ്ടമാണ്. വചനം നമ്മുടെ ഹൃദയത്തെ, പലരുടെയും ഹൃദയത്തെ തൊടുന്നുമുണ്ട്. പക്ഷേ നാം അറിയുന്നുണ്ടോ നാം ആത്മാവിൽ മരിച്ചിരിക്കുന്നതെന്ന്? വചനമൊക്കെ കേട്ട് പോയി കഴിയുമ്പോൾ പിന്നീട് നമ്മുടെ ഹൃദയത്തിലേക്ക് വരുന്നതായ ചിന്താഗതികൾ എന്തെല്ലാമാണ്? പാപം നമ്മെ കീഴടക്കുന്നുണ്ടോ? പാപം നമ്മെ വശീകരിക്കുന്നുണ്ടോ? പാപത്തിന് നാം അടിമപ്പെട്ടു പോകുന്നുണ്ടോ? എങ്കിൽ ആത്മാവ് മരിച്ചു പോകും. ഞരങ്ങി കഴിയുന്ന ആത്മാവ് കെട്ടുപോകും, മരിച്ചു പോകും.
കെടാറായി കിടക്കുന്ന ദൈവം പോലെ അതങ്ങ് മരിച്ചു പോകും. ആത്മാവ് മരിക്കുന്ന അനുഭവം ഒരിക്കലും നമുക്ക് വരരുത്. ആത്മാവ് മരിച്ചു പോകരുത്. എനിക്ക് കർത്താവ് ജീവൻ തന്നാൽ ആ ജീവൻ മരിക്കാൻ പാടില്ല, ശിശുമരണം സംഭവിക്കരുത് എന്ന് പറഞ്ഞാൽ, യേശുക്രിസ്തു പിറവിയെടുത്ത് ഉടനെ തന്നെ യോസേഫ് പിതാവും മാതാവും കൂടി യേശു കുഞ്ഞിനെയും കൊണ്ട് മിസ്രൈമിലേക്ക് ഓടിപ്പോയി. ആ പിറന്ന ആ ദിവസം തന്നെ കുഞ്ഞിനെ കൊല്ലുമെന്നുള്ള പേടിയുണ്ട്. എങ്ങനെയും കിട്ടിയ കുഞ്ഞിനെ നശിപ്പിക്കരുത്, കുഞ്ഞിനെ അപകടം വരരുത് എന്നുള്ള ചിന്തകൊണ്ട് കുഞ്ഞിനെയും മാറത്തടക്കി പിടിച്ചുകൊണ്ട് മാതാവ് യോസേഫ് പിതാവിനോടുകൂടെ മിസ്രൈമിലേക്ക് ഓടിപ്പോയി. നമുക്കൊരു ശിശുവിനെ കിട്ടിയിരിക്കുന്നു, ശിശു ആത്മാവിനെ കിട്ടിയിരിക്കുന്നു. ഒരാത്മാവിനെ കിട്ടിയാൽ ആ ആത്മാവ് ഒരിക്കലും കെട്ടുപോകരുത്, ഒരിക്കലും നമ്മിൽ നിന്ന് മാറിപ്പോകരുത്. ചിലപ്പോൾ ആത്മാവ് ദുഃഖിച്ചുകൊണ്ടിരിക്കുന്നു വരാം, ദുഃഖിച്ചുകൊണ്ടിരിക്കും. നമുക്കേതെങ്കിലും പാവം വരുമ്പോൾ ആത്മാവ് ദുഃഖിക്കും. നമുക്കേതെങ്കിലും നീരസമോ ഇഷ്ടക്കുറവോ മുഷിച്ചിലോ വരുമ്പോഴേക്കും ആത്മാവ് ദുഃഖിക്കും. നിരാശ വരുമ്പോൾ ആത്മാവ് ദുഃഖിക്കും. ആത്മാവ് ദുഃഖിച്ചുകൊണ്ടിരിക്കും. ആ സമയത്ത് പെട്ടെന്ന് കാര്യം ഗ്രഹിച്ചിട്ട്, എൻ്റെ വീര്യം കെട്ടുപോയല്ലോ കർത്താവേ, അവിടുത്തെ പരിശുദ്ധാത്മാവ് ദുഃഖിച്ചുകൊണ്ടിരിക്കുന്നല്ലോ കർത്താവേ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിവേഗം മനസാന്തരപ്പെട്ട് അതിവേഗം മനം തിരിഞ്ഞ് അതിവേഗം പ്രാർത്ഥിച്ചാൽ, അനുദപിച്ചാൽ അവിടെ ആത്മാവ് മരിക്കുകയില്ല, ആത്മാവ് ജീവനോടെ നിൽക്കും. അത് പിന്നീട് സമൃദ്ധിയായ ജീവനിലേക്ക് വളരും. ആത്മാവ് മരിച്ച അവസ്ഥ അത് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കരുത്. ആത്മാവ് മരിച്ച അവസ്ഥയിലാണ് നാം ഈ ഭൂമിയിൽ നിന്ന് കടന്നു പോകുന്നതെങ്കിൽ തീർച്ചയായും നാം ദൈവരാജ്യത്തിൽ എത്തുകയില്ല. യാതൊരു വിട്ടുവീഴ്ചയുമില്ല അക്കാര്യത്തിൽ. ദൈവം മുഖപക്ഷമില്ലാത്ത ദൈവമാണ്. ദൈവം തീക്ഷ്ണതയുള്ള ദൈവമാണ്. ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്. ഇതെല്ലാം അതിന് പറയുന്നതാണ്, വചനത്തിലുള്ളതാണ്. തീക്ഷ്ണതയുള്ള ദൈവം, എൻ്റെ ദൈവമായ യഹോവയായ ഞാൻ തീക്ഷ്ണതയുള്ള ദൈവമാകുന്നു. തീക്ഷ്ണതയുള്ള ദൈവം. ദൈവം ദഹിപ്പിക്കുന്ന അഗ്നിയാണ്, തീയാണ്. നാം വിശുദ്ധ കുർബാനയിൽ പാടുമല്ലോ, തീയല്ലോ ഈ മധുവ തീ ഇതിനെ ചുറ്റുന്നു. തീയാണ് നിത്യനായ ദൈവം. ദൈവ സാന്നിധ്യം തീയാണ്, തീയായ ദൈവം. ആ തീ കെട്ടുപോകാൻ സമ്മതിക്കരുത്. എപ്പോഴും തീ ഇങ്ങനെ കത്തി കത്തി നിൽക്കണം. അതിന് എന്താ ചെയ്യാനുള്ളത്? തീ കത്തി നിൽക്കണമെങ്കിൽ ഇട്ടുകൊടുത്ത് വിറക് കത്തി തീർന്നു, എന്ത് ചെയ്യണം? അപ്പോഴപ്പോൾ വിറക് ഇട്ട് കൊടുക്കണം. വിറക് നാം ഓരോ പ്രാവശ്യവും വിറക് ഈ അടുപ്പിലേക്ക് നീട്ടി നീട്ടി കൊട്ടു കൊടുക്കണം. വിറകിട്ട് കൊടുക്കുമ്പോൾ തീ കെട്ടുപോവുകയില്ല എന്ന് പറഞ്ഞാൽ എന്താണ് ഈ അർത്ഥം? നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും നാം നമ്മുടെ സമർപ്പണത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് സമർപ്പണം കർത്താവിൻ്റെ സന്നിധിയിൽ പറഞ്ഞുകൊണ്ടിരിക്കണം. ഒരു പരീക്ഷണം വരുമ്പോൾ, ഒരു പരീക്ഷ വരുമ്പോൾ, ഒരു പ്രലോഭനം വരുമ്പോൾ നമുക്ക് പറയാൻ പറ്റണം, ഇത് എനിക്ക് ചേർന്നതല്ല, ഞാനില്ല ഈ കാര്യത്തിൽ. ഇത് ഞാൻ കൂട്ടുകൂടിയാൽ എൻ്റെ ആത്മാവ് മരിച്ചു പോകും, ഞാനില്ല. ഇത് എനിക്ക് സാധിക്കുന്ന കാര്യമല്ല. എന്നെപ്പോലുള്ള ഒരാൾക്ക് ഇതൊരിക്കലും ചെയ്യാൻ പാടില്ല, അല്ലെങ്കിൽ പറയാൻ പാടില്ല. ആത്മാവിനെ കെടുക്കരുത്, ആത്മാവിനെ തുച്ഛീകരിക്കരുത്, ആത്മാവിനെ ദുഃഖിപ്പിക്കരുത്, പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത്, പരിശുദ്ധാത്മാവിനെ കെടുത്തിക്കളയരുത്, പരിശുദ്ധാത്മാവിനെ ഒരിക്കലും തുച്ഛീകരിക്കരുത്, ആത്മാവിനെ തുച്ഛീകരിക്കരുത്, ചെറുതായി കാണരുത്. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു ചിന്ത വ്യക്തമായി നാം പുലർത്തണം. എന്ത് വന്നാലും ശരി, ആരെല്ലാം പോയാലും ശരി, എന്തെല്ലാം പോയാലും ശരി, എന്തെല്ലാം കനത്ത നഷ്ടങ്ങൾ ഏറ്റാലും ശരി, എൻ്റെ ആത്മാവിന് കേടുവരാൻ പറ്റുകയില്ല. എൻ്റെ ആത്മാവിന് കേടുവരാൻ പറ്റുകയില്ല. ആളുകൾ ആക്ഷേപിച്ചുകൊള്ളട്ടെ, പരിഹസിച്ചുകൊള്ളട്ടെ, പരിഹാസങ്ങൾ ഉണ്ടായിക്കൊള്ളട്ടെ, കിംവദന്തികൾ വരുത്തിക്കൊള്ളട്ടെ, ഇതൊന്നും എന്നെ ബാധിക്കുകയില്ല. കാരണം ഞാൻ എൻ്റെ യേശുവിൻ്റെ കയ്യിലിരിക്കുന്നു. എൻ്റെ ആത്മാവിന് മരണം വരാൻ പാടില്ല. ആ ഉറപ്പ് നമുക്കെല്ലാവർക്കും ഉണ്ടായിരിക്കണം. ഇതുവരെ ഈ ഉറപ്പ് നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് ഈ വാക്കുകളെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് പറയാം കർത്താവിനോട്, കർത്താവേ എനിക്ക് ജീവൻ തരണമേ. ഞാൻ നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്ര വന്നിരിക്കുന്നത്. സമൃദ്ധിയായ ജീവൻ തരും. കർത്താവോട് പറയണം, പാവം മൂലം എനിക്ക് എൻ്റെ ആത്മാവിൻ്റെ ജീവൻ നഷ്ടപ്പെട്ടു പോയിരിക്കുന്ന കർത്താവേ, ആത്മാവ് കെട്ടുപോയിരിക്കുന്ന കർത്താവേ, ദൈവം കെട്ടുപോയിരിക്കുന്ന കർത്താവേ, വിളക്കണഞ്ഞു പോയി കർത്താവേ, കർത്താവേ എൻ്റെ ഹൃദയത്തിലെ ആത്മാവ് കെട്ടുപോയിരിക്കുന്നു. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെതിരായ ഏതെങ്കിലും മനോഭാവം വന്നാൽ ഉടനെ ആത്മാവായിരിക്കും. ആദ്യം പറഞ്ഞ് നിങ്ങൾ ഓർക്കണം, ആത്മാവിൻ്റെ മരണം എന്ന് പറയുന്നത് ഒരു പാവം വന്നു, ഒരു ദേഷ്യം വന്നു, അല്ലെങ്കിൽ അല്പം നീരസം വന്നു, അല്ലെങ്കിൽ ആരോടെങ്കിലും ഒരു വിരോധം വന്നു, അപ്പോഴാത്മാവ് ദുഃഖിച്ചുകൊണ്ട് അവിടെ ഇരിക്കും, കുറച്ച് നേരം ഇരിക്കും, തിരുത്തിയാൽ മതി, ഉടനെ മനസ്സറിപ്പെടാൻ മതി. പക്ഷേ ആത്മാവിനെതിരായി പാവം വന്നാൽ ഉടനെ മരിച്ചു കഴിഞ്ഞിരിക്കും. പരിശുദ്ധാത്മാവിനെതിരായി പാവം വന്നാൽ പിന്നെ ആത്മാവ് മരിച്ചു കഴിയും. എന്താണ് ആത്മാവിനെതിരായി പാവം? ഇത് പാവമാണ് എന്ന്
എനിക്കറിയാവുന്നത് ഞാൻ ചെയ്യുമ്പോൾ അതാണ് ആത്മാവിനെതിരായ പാപം. പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തികളെ ചോദ്യം ചെയ്യുമ്പോൾ അതാണ് ആത്മാവിനെതിരായ പാപം. പരിശുദ്ധാത്മാവിൻ്റെ വചനം അനുസരിക്കാതെ വരുമ്പോൾ അതാണ് ആത്മാവിനെതിരായ പാപം. പരിശുദ്ധാത്മാവ് എന്ന് പ്രവർത്തിക്കുന്ന ദൈവമക്കളെ ഏതെങ്കിലും കാര്യങ്ങൾ ചോദ്യം ചെയ്താൽ അത് ആത്മാവിനെതിരായ പാപമായി മാറും. ദൈവത്തിന് സ്തോത്രം. സഹോദരൻ മരണത്തിലില്ലാത്ത പാപം കണ്ടാൽ അവനുവേണ്ടി അപേക്ഷിക്കാം. യോഹന്നാൻ്റെ 1-ാമത്തെ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ ലാസ്റ്റ് പാരഗ്രാഫ്. സഹോദരൻ മരണകരമായ പാപമുണ്ട്, മരണത്തിനല്ലാത്ത പാപമുണ്ട്. അപ്പോസ്തലൻ പറയുകയാണ്, മരണകരമായ പാപമുണ്ട്, മരണത്തിനല്ലാത്ത പാപമുണ്ട്. എന്തൊക്കെ? സഹോദരൻ മരണത്തിനല്ലാത്ത പാപം ചെയ്യുന്നത് ആരെങ്കിലും കണ്ടാൽ അപേക്ഷിക്കാം. മരണകരമായ പാപമല്ല, മരണത്തിനല്ലാത്ത പാപം ചെയ്യുന്നത് കണ്ടാൽ അവന് വേണ്ടി അപേക്ഷിക്കാം. ദൈവം അവന് ജീവനെ കൊടുക്കും. അവന് വേണ്ടി അപേക്ഷിക്കുമ്പോൾ ദൈവം അവന് ജീവനെ കൊടുക്കും. മരണത്തിനല്ലാത്ത പാപം ചെയ്യുന്നവർക്ക് തന്നെ, മരണത്തിനല്ലാത്ത പാപം ചെയ്യുന്നവർക്കേ ഉള്ളൂ ആ ഗുണം, ആ ഒരു അലവൻസ്. മരണത്തിനല്ലാത്ത പാപം ചെയ്യുന്നവർക്ക് മാത്രമേ ഉള്ളൂ. മരണത്തിനുള്ള പാപമുണ്ട്, മരണകരമായ പാപമുണ്ട്, മരണത്തിനുള്ള പാപമുണ്ട്. അതിനെക്കുറിച്ച് അപേക്ഷിക്കണം എന്ന് ഞാൻ പറയുന്നില്ല. അതിനെക്കുറിച്ച് അപേക്ഷിക്കണം എന്ന് ഞാൻ പറയുന്നില്ല. മരണത്തിനുള്ള പാപമുണ്ട്, അതിനെക്കുറിച്ച് അപേക്ഷിക്കണം എന്ന് ഞാൻ പറയുന്നില്ല. ഏതനീതിയും പാപമാകുന്നു, ഏതനീതിയും പാപമാകുന്നു. മരണത്തിനല്ലാത്ത പാപം ഉണ്ട് താനും. മരണത്തിനല്ലാത്ത പാപമുണ്ട്, മരണത്തിനുള്ള പാപമുണ്ട് എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിനെതിരായ പാപം, പരിശുദ്ധാത്മാവിനെ കീഴ്പ്പെടാത്ത സ്വഭാവം, പരിശുദ്ധാത്മാവിൻ്റെ വചനത്തെ അനുസരിക്കാത്ത സ്വഭാവം, പരിശുദ്ധാത്മാവിനെ വിനയപ്പെടാത്ത സ്വഭാവം, പരിശുദ്ധാത്മാവിൽ നിന്ന് വചനങ്ങളെ വേണ്ടതുപോലെ സ്വീകരിക്കാൻ മനസ്സിലെ സ്വന്തം ബുദ്ധിയിൽ അത് വിശകലനം ചെയ്ത് അതിനെ വ്യാഖ്യാനിച്ച് സ്വന്തം ബുദ്ധിക്കത്തോളം ചിന്തിക്കുന്നതായ പാവം, അത് മരണകരമായ പാവമാണ്. അതിനുവേണ്ടി ആരും അപേക്ഷിച്ച പ്രയോജനം കിട്ടുകയില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിൻ്റെ വലിയ നാമം മഹത്വപ്പെടട്ടെ. സ്തോത്രം. സംഖ്യാപുസ്തകം വായിക്കുമ്പോൾ കാണാം, മോശയ്ക്ക് 6 വയസ്സ് മൂത്ത സഹോദരിയുണ്ട് മിരിയാം. മോശയ്ക്ക് 3 വയസ്സ് മൂത്ത സഹോദരനുണ്ട് അഹ്റോൻ. അവർ 3 പേരും ഒരമ്മയുടെ വയറ്റിൽ പിറന്നവരാണ്. മരിയാം ആദ്യം ജനിച്ചു, പിന്നെ 3 കൊല്ലം കഴിഞ്ഞ് അഹ്റോൻ ജനിച്ചു, പിന്നെ 3 കൊല്ലം കഴിഞ്ഞ് മോശ ജനിച്ചു. ദൈവിക ശുശ്രൂഷയിലേക്ക് വന്ന് അവരൊരുമിച്ച് ദൈവവേലയിൽ നിൽക്കുകയാണ്. ചെങ്കടൽ ഇസ്രായേൽക്കാർ 600,000 പേര് കടന്നു കഴിയുമ്പോൾ തപ്പും കിന്നരും എടുത്ത് പാട്ടുപാടി ആഘോഷത്തോടെ പ്രതിഗാനമായി പാടുന്നതിന് നേതൃത്വം കൊടുത്താണ് മിരിയാം സഹോദരി. വലിയ സന്തോഷത്തിന് ഉറപ്പായിരുന്നു. ഫറവോൻ ഞാൻ അടിമയല്ല, പരമസീവനിൽ ഞാൻ അന്യനല്ല എന്നൊക്കെയുള്ള പാട്ടുകൾ അന്ന് വളരെ കൃത്യമായി മനോഹരമായി പാടിയാണ് ഈ അഹ്റോനും മിരിയാവും മോശയുമെല്ലാം. പക്ഷേ കുറേ അങ്ങോട്ട് ചെന്നപ്പോൾ സംഭവിച്ചത്, കുറേ മുന്നോട്ട് പോയപ്പോൾ ഈ മോശയ്ക്കെതിരായി ഒരു മനോഭാവം, ഒരു വലിയ പാവമെന്ന് പറയാൻ നമുക്ക് തോന്നുകയില്ല, പക്ഷേ വേദപുസ്തക പാവമായിട്ടാണ് കണ്ടിരിക്കുന്നത്. മോശയ്ക്കെതിരായി ഒരു മനോഭാവം അഹ്റോനും ഉണ്ടായി, മിരിയാനും ഉണ്ടായി. അവർ ആ കാര്യത്തിൽ, മോശയെ എതിർക്കുന്ന കാര്യത്തിൽ ഒറ്റക്കെട്ടായിരുന്നു. കാരണം എന്താണ്? മോശയുടെ ഭാര്യ ഒരു കൂശ്യസ്ത്രീയായിപ്പോയി. കൂശ്യസ്ത്രീ. കൂശ്യനോ മോവാബിനോ യഹോവയുടെ സഭയിൽ പ്രവേശിക്കരുതെന്ന് ഈ മോശയിൽ കൂടി തന്നെ കൽപ്പന വന്നിട്ടുള്ളതാണ്. അങ്ങനെ ഇരിക്കെ ദൈവത്തിൻ്റെ കൽപ്പന എങ്ങനെയുണ്ട്, വചനം അങ്ങനെയുണ്ട്, പിന്നെ എന്താണ് മോശ എങ്ങനെ ഒരു കൂശ്യസ്ത്രീ വിവാഹം കഴിച്ചത്? അങ്ങനെ ആ ചോദ്യം വരാൻ കാരണം വിവാഹം കഴിച്ചു എന്നുള്ള കാര്യത്തിലല്ല. അവർക്ക് ഞങ്ങളും ദൈവത്തിൻ്റെ വേലക്കാരല്ലേ, ഞങ്ങളും ശുശ്രൂഷകന്മാരല്ലേ, ഞങ്ങൾ ശുശ്രൂഷ ചെയ്യുന്നവരല്ലേ, ദൈവത്തിൻ്റെ ശുശ്രൂഷ ചെയ്യുന്നവരല്ലേ, ഞങ്ങൾക്ക് വലിയ ചില പദവികൾ, ഞങ്ങൾക്ക് വലിയ ചില സ്ഥാനമാനങ്ങൾ. ഈ മോശ മാത്രം എല്ലാത്തിനും നേതാവായി ഇരിക്കുന്നത് എന്തുകൊണ്ടാണ്? മോശ മാത്രം നേതാവായി ചമഞ്ഞു നടക്കുന്നു. ഞങ്ങളും ദൈവത്തിൻ്റെ വേലക്കാർ തന്നെയല്ലേ, ഞങ്ങൾക്കും വേറെ ദുരുദ്ദേശമൊന്നുമില്ലല്ലോ, ഞങ്ങൾ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി വന്നിരിക്കുന്നവരല്ലേ. ഇങ്ങനെ മോശയുടെ ശുശ്രൂഷയ്ക്കെതിരായിട്ടായിരുന്നു ആ ചിന്താഗതി വന്നത്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നിൽ മോശയുടെ സ്വന്തം സഹോദരനാണെങ്കിൽ പോലും മോശയുടെ ശുശ്രൂഷയോട് ഒരു അസൂയ തോന്നിപ്പോയി. മോശയെ എല്ലാവരും മാനിക്കുന്നു, മോശയെ എല്ലാവരും സ്നേഹിക്കുന്നു, മോശയ്ക്കാണ് ദൈവത്തിൻ്റെ കൃപ കൂടുതൽ കിട്ടിയിരിക്കുന്നതെന്ന് എങ്ങനെയുള്ളതായ കാര്യങ്ങൾ വന്ന് അഹ്റോനും അസൂയ തോന്നി, മിരിയാമിനും അസൂയ തോന്നി. അപ്പോൾ ഞങ്ങൾക്ക് അസൂയ തോന്നി എന്ന് പറഞ്ഞ് വഴക്കൂടാൻ പറ്റില്ലല്ലോ. അതിന് പറ്റിയൊരു കണ്ണ് കൊണ്ടിടിച്ചു. മോശ ഒരു വിവാഹം കഴിച്ചിരിക്കുന്ന കൂശസ്ത്രീയാണ് എന്നുള്ളത് കൊണ്ട് അഹ്റോനും മിരിയാമും മോശയ്ക്കെതിരായി പെറുപെറുത്തു. അത്രേ ഉള്ളൂ. രഹസ്യമായിട്ടാണ്, വേറെ ആരും അറിഞ്ഞില്ല. വായിച്ചേ. മോശെ ഒരു കൂശസ്ത്രീയെ വിവാഹം ചെയ്തിരുന്നത് കൊണ്ട് കൂശസ്ത്രീ നിമിത്തം മിരിയാമും അഹ്റോനും അവന് വിരോധമായി സംസാരിച്ചു. യഹോവ മോശ മുഖാന്തരം മാത്രമേ അരുളി ചെയ്തിട്ടുള്ളൂവോ? ചോദ്യം വരുന്നത് പറയാം, ശുശ്രൂഷയിലേക്കാ. യഹോവ മോശ മുഖാന്തരം മാത്രമേ അരുളി ചെയ്തിട്ടുള്ളൂ. ഞങ്ങൾക്ക് വലിയ അരുളപ്പാടുകൾ, ഞങ്ങളും ദൈവത്തിന് ശുശ്രൂഷക്കാരന്മാരല്ലേ, ഞങ്ങൾ ശുശ്രൂഷക്കാരല്ലേ.
മോശയിൽ കൂടെ മാത്രമേ ദൈവം സംസാരിച്ചിട്ടുള്ളൂ. ഞങ്ങൾ മുഖാന്തരവും അരുളി ചെയ്തിട്ടില്ലയോ എന്ന് പറഞ്ഞു. ഞങ്ങൾക്കും ഈ ശുശ്രൂഷയ്ക്ക് ഉള്ള കൃപ തന്നിട്ടുണ്ടല്ലോ, ഞങ്ങൾ മുഖാന്തരം അരുളി ചെയ്തിട്ടില്ലയോ എന്ന് പറഞ്ഞു. യഹോവ അത് കേട്ടു. യഹോവ അത് കേട്ടു. മോശ എന്ന പുരുഷനോ ഭൂതലത്തിലുള്ള സകല മനുഷ്യരിലും അതിസൗമ്യനായിരുന്നു. അതിസൗമ്യനായിരുന്നു മോശ. മോശ ഇവർ പുറവെടുക്കുന്ന കാര്യമൊന്നും പാവം മോശ അന്നേരം അറിയുന്നില്ല. പക്ഷെ പിന്നീട് അറിയുന്നുണ്ട്. മോശ സൗമ്യനായിരുന്നു. ആരോടും നീരസമോ കയ്പോ ഒന്നുമില്ല, പ്രത്യേകിച്ച് മുൻവിധികളൊന്നുമില്ല. മോശ ദൈവത്തിൻ്റെ ശുശ്രൂഷകനായിരുന്നു. മറ്റൊരു ശുശ്രൂഷക്കാരാണെങ്കിലും അവർക്ക്, അഹരോനും മിര്യാവും ശുശ്രൂഷക്കാരാണെങ്കിലും അവർക്ക് അവരുടെ ജഡമനസ്സിലെ ഈഗോ പോയിരുന്നില്ല. അവരുടെ ജഡമനസ്സിലെ അവരുടെ സ്വന്തം ചിന്താഗതിയിലുള്ളതായ സ്വയം എന്ന് പറയുന്ന ഈഗോ പോയിരുന്നില്ല. അതാണ് പ്രശ്നം. അതുകൊണ്ടാണ് ഞങ്ങൾ ശുശ്രൂഷക്കാരല്ലേ, ഞങ്ങൾക്കും കൂടി ദൈവം സംസാരിച്ചിട്ടുണ്ടല്ലോ, ഈ മോശയ്ക്ക് എന്താ അത്ര പ്രത്യേകത, മോശയിൽ കൂടി മാത്രമേ സംസാരിക്കുന്നുള്ളൂ എന്നൊക്കെ ചിന്താഗതി പരസ്യമായിട്ടൊന്നും പറഞ്ഞില്ല, ഉള്ളിൽ കൂടി പാഞ്ഞുപോയ ചിന്തകളാണ് ഇതെല്ലാം. എന്നിട്ട് പെട്ടെന്ന് യഹോവ മോശയോടും അഹരോനോടും മിര്യാമിനോടും നിങ്ങൾ മൂവരും സമാഗമന കൂടാരത്തിങ്കൽ വരുവിൻ എന്ന് കൽപ്പിച്ചു. ദൈവത്തിന് സ്തോത്രം. ദൈവം കൽപ്പിച്ചു. മോശയും അഹരോനും മിര്യാവും സമാഗമന കൂടാരത്തിന് മുമ്പിൽ വരുവി എന്ന് കൽപ്പിച്ചു. അപ്പോൾ ഇവർ അഹരോൻ്റെയും മിര്യാവിൻ്റെയും ഉള്ളിൽ ഇന്ന് ദൈവം മോശയോട് കർക്കശമായിട്ട് ഇടും. കാരണം ഈ മോശ ചെയ്യുന്നതൊക്കെ തെറ്റാണെന്ന് ഞങ്ങൾ പറഞ്ഞത് ശരിയാണ്, ദൈവം ഇപ്പോൾ അംഗീകരിച്ച് തരും. ഈ ഒരു ചിന്തയോടുകൂടി അവരും വരുന്നത്, 3 പേരും സമാഗമന കൂടാരത്തിന് മുമ്പിൽ വന്നു. അവർ മൂവരും ചെന്നു. യഹോവ മേഘസ്തംഭത്തിൽ ഇറങ്ങി കൂടാരവാതിൽക്കൽ നിന്നു. അഹരോനെയും മിര്യാമിനെയും വിളിച്ചു. അപ്പോൾ അവർക്ക് നല്ല തൃപ്തിയായി. കണ്ടോ, ഞങ്ങൾ 3 പേരും ഒന്നുമില്ല, ഞങ്ങൾ 2 പേരെയാണ് പ്രത്യേകം സ്പെഷ്യലായിട്ട് വിളിക്കുന്നത്. അഹരോനെയും മിര്യാമിനെയും ദൈവം വിളിച്ചു. അവർ ഇരുവരും അങ്ങോട്ട് ചെന്നു. പിന്നെ അവൻ അരുളി ചെയ്തത്, പിന്നീട് വചനം വരുന്നത്, ദൈവം അരുളി ചെയ്തു. എന്തു അരുളി ചെയ്തു? എന്റെ വചനങ്ങളെ കേൾപ്പീൻ. നിങ്ങളുടെ ഇടയിൽ ഒരു പ്രവാചകൻ ഉണ്ടെങ്കിൽ യഹോവയായി ഞാൻ അവന് ദർശനത്തിന് എന്നെ വെളിപ്പെടുത്തുകയും സ്വപ്നത്തിൽ അവനോട് അരുളി ചെയ്യുകയും ചെയ്യും. ഒരു പ്രവാചകനുണ്ടെങ്കിൽ ഞാൻ സ്വപ്നത്തിലോ വെളിപ്പാടുകളായിട്ടോ ഞാൻ അരുളി ചെയ്യും. ഒരു പ്രവാചകനുണ്ടെങ്കിൽ എൻ്റെ ദാസനായ മോശയോ അങ്ങനെയുള്ള പ്രവാചകനല്ല, മറിച്ച് അങ്ങനെയല്ല, അവൻ എൻ്റെ ഗ്രഹത്തിലൊക്കെയും വിശ്വസ്തനാകുന്നു. അവനോട് ഞാൻ അരുളി ചെയ്യുന്നത് മറപൊരുളായിട്ടല്ല, അഭിമുഖമായിട്ടും സ്പഷ്ടമായിട്ടും അത്രേ. ഞാൻ അവനോട് ദർശനങ്ങളിൽ കൂടെയോ വെളിപ്പാടുകളിൽ കൂടെയോ അല്ല അരുളി ചെയ്യുന്നത്. അവനോട് ഞാൻ അരുളി ചെയ്യുന്നത് സ്പഷ്ടമായിട്ടാണ്, മറപൊരുളായിട്ടല്ല, സ്പഷ്ടമായിട്ടാണ് അരുളി ചെയ്യുന്നത്. അവൻ യഹോവയുടെ രൂപം കാണുകയും ചെയ്യും. അവൻ എൻ്റെ രൂപം കാണുന്നവനാണ്, എൻ്റെ മുഖം കണ്ടുകൊണ്ടിരിക്കുന്നവനാണ്, എൻ്റെ തേജസ് പ്രാപിച്ചവനാണ്, എൻ്റെ മുഖം കണ്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ആരെക്കുറിച്ചാണ് ഈ പറഞ്ഞത്? അടുത്ത വാക്യം. അങ്ങനെയിരിക്കെ നിങ്ങൾ എൻ്റെ ദാസനായ മോശയ്ക്ക് വിരോധമായി സംസാരിപ്പാൻ ശങ്കിക്കാഞ്ഞത് എന്താണ്? സത്യമെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ട് എൻ്റെ ദാസനായ മോശയ്ക്കെതിരായി നിങ്ങൾ സംസാരിച്ചു? നിങ്ങൾക്ക് പേടിയില്ലാതായി പോയല്ലോ. നിങ്ങളുടെ ഹൃദയത്തിൽ ആ ചിന്ത വന്ന എന്താണ്? ഹൃദയത്തിൽ മോശയോട് എതിർപ്പ് വന്ന എന്താണ്? നിങ്ങൾക്ക് ഇത്ര ഭയമില്ലാതെ ചെയ്തു പോയല്ലോ എന്ന് പറഞ്ഞു. പിന്നെ യഹോവയുടെ കോപം അവരുടെ നേരെ ജ്വലിച്ചു. യഹോവയുടെ കോപം മിര്യാമിൻ്റെ നേരെയും അഹരോന്റെ നേരെയും ജ്വലിച്ചു. അവൻ മറഞ്ഞു. ദൈവം അപ്രത്യക്ഷനായി. ദൈവത്തിന് സ്തോത്രം. നോക്കുമ്പോൾ മിര്യാം വെളുത്ത് കുഷ്ഠരോഗിയായി തീർന്നു. കുഷ്ഠരോഗി പാളയത്തിനകത്ത് താമസിക്കാൻ പാടില്ല, ആളുകളുടെ ഇടയിൽ നിന്ന് മാറ്റി താമസിക്കേണ്ടി വന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, മരണകരമായ പാവമാണ്. വലിയ മഹാപാപം ചെയ്തു. നമ്മുടെ നോട്ടത്തിൽ മദ്യപാനം ചെയ്തില്ല, കൊലപാതകം ചെയ്തില്ല, വേശ്യാവൃത്തി ചെയ്തില്ല, കവർച്ച ചെയ്തില്ല, പാവങ്ങളൊന്നും ചെയ്തില്ല. പക്ഷേ ദൈവത്തിൻ്റെ അഭിഷിക്തന് വിരോധമായി, ദൈവത്തിൻ്റെ പ്രവാചകന് വിരോധമായി, ദൈവം നിർത്തിയിട്ടുള്ള ദൈവദാസന് വിരോധമായി സംസാരിച്ചു. അതും വേറെ ആരും കേട്ടില്ല, അവർ മാത്രം ഒരുമിച്ച് സംസാരിച്ചു. യഹോവ അത് കേട്ടു. സ്തോത്രം. അത് അവർക്ക് തീരെ കളങ്കമായിപ്പോയി, വലിയ ഭാവമായിപ്പോയി, വലിയ മഹാനഷ്ടമായിപ്പോയി. അടുത്ത വാക്യം. മേഘവും കൂടാരത്തിന്മേൽ നിന്ന് നീങ്ങിപ്പോയി. മിര്യാം ഹിമം പോലെ വെളുത്തു കുഷ്ഠരോഗിണിയായി തീർന്നു. അവളെ പാളയത്തിൻ്റെ പുറത്തേക്ക് മാറ്റി നിർത്തേണ്ടി വന്നു. സ്തോത്രം. പാളയത്തിന് പുറത്തേക്ക് മാറ്റി നിർത്തേണ്ടി വന്നു. സ്തോത്രം. പ്രിയപ്പെട്ടവരെ, പക്ഷേ ദൈവം കരുണയുള്ളവനാണ്. പക്ഷേ അഹരോനും മിര്യാവും അനുഭവിച്ച് മാനസാന്തരപ്പെട്ടിട്ടൊന്നും ദൈവം മുഖം തിരിക്കുന്നില്ല. ഈ മോശ തന്നെ അവർക്ക് വേണ്ടി ഇടനില നിന്ന് പ്രാർത്ഥിച്ചിട്ടേ അവരുടെ പേരിലുള്ള പാപം മാറുന്നുള്ളൂ. ദൈവം മോശയുടെ മുഖത്തേക്കാണ് നോക്കുന്നത്. ഇവരിത് പാപങ്ങൾ ഏറ്റുപറയും, അയ്യോ ഞങ്ങൾക്ക് തെറ്റുപറ്റിപ്പോയി എന്നൊക്കെ ഏറ്റുപറയുമ്പോഴും ദൈവം മോശയുടെ മുഖത്തേക്കാണ് നോക്കുന്നത്. ദൈവം മോശയുടെ മുഖത്തേക്ക് നോക്കുന്നതിന് മോശയുടെ ഭാവം എന്താണ്? ദൈവം തന്നെ ദാസനെ മാനിക്കുന്നത്.
മോശ പറഞ്ഞു, കർത്താവെ ക്ഷമിക്കണമേ, അവരോട് പൊറുക്കണമേ, എൻ്റെ സഹോദരി ചെയ്തു പോയ പാവം ക്ഷമിക്കണമേ, അവരുടെ പാവം പൊറുക്കണമേ. വായിച്ചേ. അപ്പോൾ മോശ യഹോവയോട്, ദൈവമേ അവളെ സൗഖ്യമാക്കണമേ എന്ന് നിലവിളിച്ചു. യഹോവ മോശയോട്, അവളുടെ അപ്പൻ അവളുടെ മുഖത്ത് തുപ്പിയെങ്കിൽ അവൾ 7 ദിവസം ലജ്ജിച്ചിരിക്കുകയില്ലയോ? അവളെ 7 ദിവസത്തേക്ക് പാളയത്തിന് പുറത്ത് അടച്ചിടണം, പിന്നത്തേതിൽ അവളെ ചേർത്തുകൊള്ളാം എന്ന് കൽപ്പിച്ചു. ഇങ്ങനെ മിരിയാമിന് 7 ദിവസം പാളയത്തിന് പുറത്താക്കി അടച്ചിട്ടു. അവളെ വീണ്ടും അംഗീകരിച്ചതുവരെ ജനം യാത്ര ചെയ്യാതിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ സംഖ്യാപുസ്തകത്തിലുള്ള ഈ ഭാഗം ആത്മാവിനെതിരായ പാപത്തെ കാണിക്കുന്നതാണ്. ആത്മാവിനെതിരായ പാപം വന്നാൽ ഉടനെ മരിച്ചു പോകും, ആത്മാവ് മരിച്ചു പോകും. പിന്നെ അത് ആത്മാവ് ദുഃഖിച്ചുകൊണ്ട് നിൽക്കുന്നോ അല്ലെങ്കിൽ ആത്മാവ് കടാറായിന്നോ ഒന്നും പറയാൻ പറ്റുകയില്ല. ആത്മാവ് ഉടനെ മരിച്ചു പോകും. ആത്മാവിൽ മരിക്കരുത് ഒരിക്കലും. ആത്മാവിനെതിരായ ചിന്തകൾ വരരുത്. വിനയപൂർവ്വം നിങ്ങൾ കർത്താവിൻ്റെ വചനം സ്വീകരിക്കുക. ഇപ്പോൾ നിങ്ങൾ മനസ്സിലായില്ലായിരിക്കും. കർത്താവിൻ്റെ വചനം സ്വീകരിക്കുക. വചനം എന്താണ് ഈ പറയുന്നത്? മനസ്സിലാകാത്ത കാര്യങ്ങൾ കാണും. എന്തുമാത്രം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകാത്തതുകൊണ്ട്, അനേകം കാര്യങ്ങൾ നമുക്ക് പിടികിട്ടാത്ത കാര്യങ്ങളുണ്ടല്ലോ. പക്ഷേ നാം അനുസരിക്കാൻ നാം തയ്യാറാകുക, വിനയപ്പെടുക. നമ്മുടെ ഉള്ളിൽ ഒരിക്കലും മറുതലിപ്പ് വരരുത്, മത്സരം വരരുത്, ഒരിക്കലും. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് വലിയ നാമമഹത്വത്തോടെ. ആത്മാവ് മരിച്ചു പോകരുത്. ആത്മാവ് മരിച്ചു പോകുക എന്ന് പറയുന്നത്, മരണകരമായ പാവം വരുമ്പോൾ ആത്മാവ് ഉടനെ മരിക്കും. മറ്റ് പാവങ്ങൾ ഏതെങ്കിലും ജഡത്തിൻ്റെ പാവങ്ങൾ വന്നാൽ ആത്മാവ് കുറക്കാലം ദുഃഖത്തോടെ നെടുവീർപ്പിട്ടുകൊണ്ട് ശ്വാസം മുട്ടി അകത്തിരിക്കും. പക്ഷേ പിന്നീട് ക്രമേണ വലുതപ്പിച്ചില്ലെങ്കിൽ മരിച്ചു പോവുകയും ചെയ്യും. ആത്മാവിൽ മരിച്ച അനുഭവം വരരുത്. ആദം ആത്മാവിൽ മരിച്ചു. തിന്നരുതെന്ന് കൽപ്പിച്ച വൃക്ഷഫലം തിന്നു. തിന്നരുതെന്ന് ദൈവം കൽപ്പിച്ചിരുന്ന വൃക്ഷഫലം തിന്നു. അനുസരണക്കേട് വന്നു. ആദാം മരിച്ചു. തിന്നുന്ന നാളിൽ നീ മരിക്കും. അത് ദൈവത്തിൻ്റെ വചനമാണ്. ഈ വിലക്കപ്പെട്ട കനി തിന്നു, ആത്മാവ് മരിച്ചു. പക്ഷേ നാം വേദപുസ്തകം വായിക്കുമ്പോൾ കാണാം, പിന്നെ 930 വർഷം ആദാം ജീവിച്ചിരുന്നു. 930 വർഷം ആദാം ജീവിച്ചിരുന്നു. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അത് ശരീരത്തിൽ ജീവിച്ചിരുന്നു. ശരീരത്തിൽ ജീവിച്ചിരിക്കും, പക്ഷേ ആത്മാവ് മരിച്ചിരിക്കും. എനിക്ക് വളരെ കാര്യമായി നിങ്ങളോട് പറയാനുള്ളൊരു ഗൗരവമേറിയ കാര്യമാണിത്. നിങ്ങളുടെ ആത്മാവ് ജീവനോടിരിക്കുന്നുവോ നിങ്ങൾ തന്നെ ശോധന ചെയ്യുവീൻ. ആത്മാവ് മരിച്ചിരിക്കുന്നുവോ? ആത്മാവിൽ മരിച്ചിരിക്കുന്നവർക്ക് ജീവൻ തരാൻ അതിന് ക്രിസ്തു ജീവൻ വെടിഞ്ഞത്. നിങ്ങൾ വിശ്വസിക്കുക മാത്രം ചെയ്യുക, മറ്റൊന്നും വേണ്ട. നിങ്ങൾക്ക് വേറെ കഴിവൊന്നും വേണ്ട. ഞാനും ആ കൂട്ടത്തിൽ തന്നെയാണ്. എനിക്കും വലിയ കഴിവൊന്നും ഉണ്ടായിരുന്നില്ല. സമർപ്പിച്ചപ്പോൾ ഒന്നും അറിയാൻ പാടില്ലായിരുന്നു, വേദപുസ്തകം അറിയാൻ പാടില്ലായിരുന്നു. എന്നും വായിക്കും കുറച്ചൊക്കെ. പക്ഷേ എനിക്ക് ദൈവത്തിൽ വിശ്വാസം ഉണ്ടായിരുന്നു. ക്രിസ്തു ജീവിക്കുന്നുള്ള വിശ്വാസം ഉണ്ടായിരുന്നു. ക്രിസ്തു എന്നെ സ്നേഹിക്കുന്നുള്ള വിശ്വാസം ഉണ്ടായിരുന്നു. ഭാഗ്യവശാൽ ഞാനും ആത്മാവിൽ മരിച്ച അവസ്ഥയിലായിരുന്നെങ്കിലും മാനസാന്തരപ്പെട്ടപ്പോൾ ആത്മാവിൽ ജീവൻ കിട്ടി. എന്തൊരു വലിയ അത്ഭുതമായിരുന്നത്! എന്തൊരു വലിയ അത്ഭുതം! ആത്മാവിൽ ജീവൻ കിട്ടി. ഇന്ന് എൻ്റെ സഹോദരങ്ങളെ, നിങ്ങൾ ആത്മാവിൽ മരിച്ചിരിക്കുന്നു എന്നുള്ള കാര്യം സത്യം തിരിച്ചറിഞ്ഞ്, എൻ്റെ കർത്താവേ എന്നെ ജീവിപ്പിക്കണമേ നിങ്ങൾ പ്രാർത്ഥിക്കൂ. കർത്താവേ ഇതിൻ്റെ ജീവൻ എനിക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കൂ. രക്തത്തിലല്ലോ ജീവൻ, രക്തത്തിലാണ് ജീവൻ. കർത്താവേ നിൻ്റെ തിരുരക്തം എൻ്റെ മേൽ പതിക്കണമേ, എൻ്റെ മേൽ ഒഴുകണമേ എന്ന് പ്രാർത്ഥിക്കൂ. യേശുവേ നിൻ്റെ തിരുരക്തം എൻ്റെ സിരകളിൽ കൂടി ഒഴുകണമേ എന്ന് പ്രാർത്ഥിക്കൂ. കർത്താവേ നിൻ്റെ തിരുരക്തത്താൽ എന്നെ ശുദ്ധീകരിച്ചെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കൂ. കരുണയുള്ള കർത്താവേ, ഞാൻ അറിഞ്ഞും അറിയാതെയും പാവങ്ങൾ വന്നുപോയി. കർത്താവേ, തെറ്റുകളേറെ സംഭവിച്ചു പോയി. ദൈവമേ, എൻ്റെ ഹൃദയത്തിലൂടെ എന്തെല്ലാം തിന്മകളാണ് വന്നുപോയത്. എൻ്റെ ചിന്തകളിലൂടെ, എൻ്റെ വിചാരങ്ങളിൽക്കൂടെ, എൻ്റെ വികാരങ്ങളിൽക്കൂടെ, എൻ്റെ വാക്കുകളിൽക്കൂടെ, എൻ്റെ പ്രവൃത്തികളിൽക്കൂടെ എന്തെല്ലാം തെറ്റുകൾ സംഭവിച്ചു പോയത്. കർത്താവേ, ഞാനിതൊന്നും ചിന്തിച്ചില്ല, ഇത്ര ഗൗരവമാണെന്ന് മനസ്സിലാക്കിയില്ല. കർത്താവേ, എന്നാൽ നാഥ, ഞാൻ നിത്യതയോട് അടുക്കുമ്പോൾ ഇതെല്ലാം എനിക്ക് ഭീകരമായ കാര്യങ്ങളായി വരാൻ പോകുന്നു ഞാൻ മനസ്സിലാക്കുന്നത് കൊണ്ട് ഇപ്പോൾ കർത്താവേ, ഇന്ന് തന്നെ എനിക്ക് നീ ജീവൻ തരണമേ, സമൃദ്ധിയായ ജീവൻ പകരണമേ നിങ്ങൾ പ്രാർത്ഥിക്കൂ. എൻ്റെ പാവങ്ങളെന്നോട് ഓർക്കല്ലേ നിങ്ങൾ പ്രാർത്ഥിക്കൂ. എൻ്റെ അകൃത്യങ്ങളുടെ മേൽ കണക്കിടല്ലേ എന്ന് പ്രാർത്ഥിക്കൂ. എന്നോട് ക്ഷമിക്കണമേ എന്ന് പ്രാർത്ഥിക്കൂ. ദൈവത്തിന് സ്തോത്രം. ഹൃദയം തകർന്ന് നിങ്ങൾ പ്രാർത്ഥിച്ചാൽ നിങ്ങൾക്ക് കിട്ടും പ്രിയപ്പെട്ടവരെ. അതുകൂടി ഞാൻ പറഞ്ഞുകൊള്ളട്ടെ, നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ തനിയെ ഇരുന്ന് ആരുടെയും പിൻബലം വേണ്ട, ആരുടെയും ഒത്താശ വേണ്ട, ആരുടെയും റെക്കമെൻഡേഷൻ വേണ്ട. നിങ്ങൾ തനിയെ ഇരുന്ന് ജീവനുള്ള ക്രിസ്തുവിനോട്, യേശുക്രിസ്തു ജീവിക്കുന്നു, യേശുക്രിസ്തു എന്നെ സ്നേഹിക്കുന്നു, യേശുക്രിസ്തു പാപത്തെ വെറുക്കുന്നു എന്ന് വിശ്വസിച്ചുകൊണ്ട്, യേശുവെ ഇനിമേൽ ഞാൻ പാപം ചെയ്യുകയില്ല, ഇനി എൻ്റെ ജീവിതത്തിൽ അശുദ്ധിയൊന്നും സംഭവിക്കുകയില്ല, ഇനിമേൽ എൻ്റെ ജീവിതത്തിൽ ഒരു പാപവും വരികയില്ല എന്ന് നിങ്ങൾ തീരുമാനമെടുത്തുകൊണ്ട് പ്രാർത്ഥിച്ചാൽ ഉറപ്പാണ് ക്രിസ്തു നിങ്ങളുടെ അരികത്തേക്ക് വരും. ഇപ്പോൾ തന്നെ വരും.
നിങ്ങളതിനുഭവം പ്രാപിക്കണം പ്രിയപ്പെട്ടവരെ. ഈ ലോക ജീവിതം താൽക്കാലികമല്ലേ, തൽക്കാലത്തേക്ക് അല്പനേരത്തേക്ക് മാത്രം കാണുന്നത്. ഈ താൽക്കാലിക ജീവിതം കഴിഞ്ഞ് ഒരു ദിവസം നിത്യതയിലേക്ക് ഞാൻ പോകുമല്ലോ. അതിനു മുൻപ് ഇന്ന് തന്നെ, ഇന്ന് എന്നൊരു ദിവസം നമുക്ക് കിട്ടിയിരിക്കുന്നു. ഇന്ന് ദൈവത്തിന് സ്തോത്രം. ഇന്ന് നിങ്ങൾ ഹൃദയം തുറക്കുവീൻ, കർത്താവോട് പറയുവീൻ, കർത്താവേ എൻ്റെ മേൽ അകൃത്യം കണക്കിടല്ലേ, എൻ്റെ പാപങ്ങളുടെ മേൽ കണക്കിടല്ലേ. ഇന്ന് ഈ വാക്കുകൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, ഇപ്പോൾ തന്നെ നിങ്ങൾ ദൈവത്തോട് പറയുവീൻ, കർത്താവേ എൻ്റെ മേലുള്ള ബന്ധനങ്ങളെ അഴിക്കണമേ. പറയൂ, യേശുവേ എൻ്റെ മേലുള്ള ചങ്ങലക്കെട്ടുകളെ അഴിക്കണമേ. ഹല്ലേലൂയ. പത്രോസിൻ്റെ കൈമേൽ ചങ്ങലയുണ്ടായിരുന്നു, പത്രോസിൻ്റെ കാൽമേൽ ചങ്ങലയുണ്ടായിരുന്നു. അത് കർത്താവേ ദൈവദൂതനിൽ നിന്ന് അഴിച്ചു എന്ന് ഞങ്ങൾ വായിക്കുന്നു. എൻ്റെ കർത്താവേ, ഇന്ന് ഈ ഉള്ളവൻ്റെ കാലിലും കൈകളിലും മാത്രമല്ല ശരീരത്തിലെ പല ഭാഗങ്ങളിലും ചങ്ങലയുണ്ട്. കർത്താവേ എല്ലാം അഴിച്ചു മാറ്റണമേ. ചങ്ങലക്കെട്ടുകൾ തകർക്കണമേ കർത്താവേ. എൻ്റെ സ്വാർത്ഥതകൾ തകർക്കണമേ, അഹങ്കാരം തകർക്കണമേ, എൻ്റെ തന്നിഷ്ടം തകർക്കണമേ, എൻ്റെ സ്വയം തകർക്കണമേ. എൻ്റെ കർത്താവേ, എനിക്ക് എന്നിൽ തന്നെയുള്ള മതിപ്പ് തകർത്ത് കളയണമേ. യേശുവേ, എൻ്റെ ഉള്ളത്തിലേക്ക് ഇപ്പോൾ നീ രാജാവായി എഴുന്നള്ളി വരണമേ. ഹല്ലേലൂയ. ജീവനുള്ള ദൈവമേ, കരുണയുള്ള കർത്താവേ, വഴിയങ്ങളുടെ മനസ്സറിഞ്ഞതിനായി സ്തോത്രം. പാവക്കരകൾ കഴുകുന്ന തിരക്തത്തിൻ്റെ അത്ഭുത ശക്തിക്കായി സ്തോത്രം. ഗോകുൽത്താൽ ചിന്തിയ തിരക്തം ഞങ്ങളുടെ മേൽ പകരുന്നതിനായി സ്തോത്രം. പരിശുദ്ധാത്മാവേ, അവിടുത്തെ കൃപയും കരുണയും ഞങ്ങളുടെ മുകളിൽ ഇന്ന് അവിടുന്ന് പ്രദർശിപ്പിച്ചതിനായി സ്തോത്രം. അവിടുന്ന് ഞങ്ങളിന്ന് മാറിപ്പോകരുത് കർത്താവേ. നാഥ, ഞങ്ങൾ ഓരോരുത്തരും വീടുകളിലേക്ക് പോകുമ്പോൾ ഞങ്ങളുടെ കൂടെ അവിടുന്ന് പോരണമേ കർത്താവേ. അവിടെ നിങ്ങളെ അനുഗ്രഹിക്കണമേ കർത്താവേ. വീടിന് രക്ഷ തരണമേ, വീട്ടിൽ സമാധാനം ഉണ്ടാകണമേ. കുടുംബങ്ങൾക്ക് രക്ഷ തരണമേ, കുടുംബത്തിൽ സമാധാനം ഉണ്ടാകണമേ. എൻ്റെ കർത്താവ്, യുവാക്കന്മാരെ അനുഗ്രഹിക്കണമേ, യുവാക്കന്മാർ മാനസാന്തരപ്പെടണമേ. എൻ്റെ കരുണയുള്ള കർത്താവ്, യുവാക്കന്മാർ യേശുവിനെ കണ്ടെത്താൻ ഇടയാക്കണമേ കർത്താവേ. കുടുംബസമാധാനം നൽകണമേ, എല്ലാവരെയും അനുഗ്രഹിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ ജയകരമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്ന കൃപയോടെ കേൾക്കണം പിതാവേ. ആമീൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.